കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നമ്മുടെ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളിലൊക്കെ പ്രതികരിച്ചു. അമ്മയിൽ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പുതിയ വാർത്തകളൊക്കെ വരുന്നത് സുരേഷ് ഗോപി മാധ്യമങ്ങളെ തല്ലി എന്നാണ്. അദ്ദേഹത്തിന് രാവിലെ ഒരു തവണ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി മൈക്ക് വെച്ചു. മാന്യത എന്ന് പറയുന്ന സാധനം വേണം. മൈക്കുകൾ എന്ന് പറയുന്നത് 1-2 മൈക്കുകളല്ല, ഇത്രയും ചാനലുകൾ, അതുപോരാഞ്ഞിട്ട് തൃശ്ശൂരത്തെ ലോക്കൽ ചാനലുകൾ, ഇത്രയധികം മൈക്കുകൾ കൊണ്ടുപോയി ഒരു മനുഷ്യൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തിനാണ് കൊണ്ടുവച്ചത്? അദ്ദേഹം തള്ളിമാറ്റി. എൻ്റെ വഴി എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞു. എൻ്റെയും അവകാശമാണ്, ജോണേട്ടൻ്റെയും അവകാശമാണ്, ഇത് കാണുന്നവരുടെയും അവകാശമാണ്. നമ്മുടെ സ്വകാര്യതയിലേക്ക് കൊണ്ടുവന്ന് മൈക്ക് കുത്തിക്കയറ്റാൻ ഒരു മാധ്യമത്തിനും അവകാശമില്ല. ഇത് ഷെടാ, നിങ്ങൾ വേട്ടക്കാരനെ പിടിയടാ. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പുറകെ നടന്ന് ഇദ്ദേഹം പ്രതികരിച്ചോ, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പ്രതികരിക്കട്ടെ. അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് സുരേഷ് ഗോപിക്ക് മുകേഷിന്റെ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇത് രാവിലെ പോയി ഒരു തവണ മൈക്ക് വെച്ചു. അദ്ദേഹം പറഞ്ഞു കോടതിയിലുള്ള കാര്യമാണ്, കോടതിക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, അവർ തീരുമാനിക്കട്ടെ. വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഇതിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിലെ കാശിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന പ്രവൃത്തി അത് പറയുന്നത് ശരിയാണ്. പിന്നീട് വലിയ ഇൻഡസ്ട്രിയെ തകർക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് തന്നെ പറയും. മാധ്യമപ്രവർത്തനമാണ്, അത് മാധ്യമപ്രവർത്തനമാണ്. നമ്മൾ ജേർണലിസം പഠിച്ചത് ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനാണ്. ആ കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ ന്യായീകരിക്കത്തില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് മയക്കി വെക്കാൻ പാടില്ല. ഞാനിത് ഒരു 10-13 കൊല്ലം ഇത് ഈ മയക്കി പിടിച്ച് നടന്ന ഒരാളാണ്. ഞാനൊരു മനുഷ്യന്റെ ഇടയിൽ കൊണ്ടുപോയി മയക്കുന്നവരെ അതെനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനൊരു മനുഷ്യന്റെ സ്വകാര്യതയിൽ കൊണ്ടുപോയി മയക്ക് കുത്തിക്കയറ്റാൻ ഞാൻ നോക്കിയിട്ടില്ല. അത് ആ സൈഡിൽ അങ്ങനെ നടക്കട്ടെ എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ചും മരണ വീട്ടിലും ഈ പറയുന്ന ദുഃഖം സിനിമാ നടന്മാരൊക്കെ മരിക്കുന്ന ഘട്ടത്തിൽ അപ്പോൾ നമുക്ക് ഡെസ്കിൽ നിന്ന് PCR നിന്ന് തന്നെ ഇന്ന നടന്റെ പ്രതികരണം കൊടുക്കും, ഇന്ന നടന്റെ പ്രതികരണം. നമ്മൾ അത് ഒരു 1-2 തവണ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ PCR ഇരുന്ന് അവരോട് തിരിച്ച് ഞാൻ മറുപടി പറയുന്നത് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വേറെ റിപ്പോർട്ടറെ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. കാരണം അവിടെ വരുന്ന ദുഃഖത്തിൽ നിൽക്കുന്ന, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവരുടെ സഹപ്രവർത്തകൻ മരിച്ചടക്കുമ്പോൾ അവരോട് മൈക്ക് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. PCR ഇരിക്കുന്നവർ ഇത് നേരിൽ കാണുന്നില്ല, ക്യാമറയിലെ വൈഡായിട്ടുള്ള വിഷ്വൽ കാണുകയാണ്. ഞാൻ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയി എനിക്കത് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അത് പറ്റില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സാധനം രാവിലെ ഒരു തവണ മൈക്ക് വെച്ചു, ശരി, പ്രതികരിച്ചു, പ്രതികരണം വാർത്തയാക്കി. തൊട്ടു പിന്നാലെ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചു. സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടി പറയുന്നത് എന്ന് പറഞ്ഞു. ശരിയാണ്, അദ്ദേഹമാണ് സംസ്ഥാന അധ്യക്ഷൻ. സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് സുരേഷ് ഗോപി അല്ല തീരുമാനം പറയുന്നത്. ഞങ്ങളുടെ ആവശ്യം മുകേഷ് രാജിവെക്കുക എന്നുള്ളതാണ്. സിനിമാ മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിന് ഒരു പ്രതികരണം വന്നു. അതിന് അവരുടെ പാർട്ടിയിൽ നിന്ന് മറുപടി വന്നു, എല്ലാം വന്നു. പിന്നീട് രാമനിലയത്ത് ചെന്നിരിക്കുന്നു. രാമനിലയത്ത് ചെന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്ന സുരേഷ് ഗോപിയെ മൈക്ക് വെച്ച് തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡോർ തുറക്കാൻ വയ്യ. അദ്ദേഹത്തിന് കയറുന്ന മുൻവശത്തെ ഡോറിലല്ലോ കയറുന്നത്, പിൻവശത്തെ ഡോറിലുള്ള അദ്ദേഹത്തിനെ കയറാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു എൻ്റെ വഴി എൻ്റെ അവകാശമാണ്, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കാതെ മാറി നിൽക്കാൻ പറഞ്ഞ് തള്ളിമാറ്റി. വീണ്ടും മൈക്ക് കുത്തിക്കയറ്റിയപ്പോഴാണ് തള്ളിമാറ്റിയത്. അതിപ്പോൾ എല്ലാ ചാനലും ഇട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തു എന്ന്, മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയത്. മാധ്യമപ്രവർത്തകർക്ക് എന്താ? മാധ്യമപ്രവർത്തകർക്ക് ഒരു കൊമ്പുമില്ല, ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഒരു മാധ്യമപ്രവർത്തകനുമില്ല. ഇവിടുത്തെ സാധാരണ പൗരനുള്ള പ്രിവിലേജ് മാത്രമേ മാധ്യമപ്രവർത്തകർക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രിവിലേജോ പ്രത്യേകിച്ച് അധികാരമോ നാട്ടുകാരെ തടയാനോ നാട്ടുകാരെ പോയി തെറി പറയാനോ ഒന്നും അവകാശമില്ല. ഇത് പണ്ട് അവിടുത്തെ ഒരു സംഭവം അറിയാമോ? ഈ കൊറോണ വന്നു, ലോക്ക്ഡൗൺ വന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുഞ്ഞിന് ബിസ്ക്കറ്റ് മേടിക്കാൻ പുറത്തിറങ്ങി വന്നു. അദ്ദേഹത്തെ ഒരു മാധ്യമപ്രവർത്തകൻ തടഞ്ഞു നിർത്തിയിട്ട് വയ്ക്കുന്നത് എന്തിനാണ് നിങ്ങൾ പുറത്തിറങ്ങി നടന്നത്? തിരിച്ചു അടുത്ത സ്പോട്ടിൽ തിരിച്ചു ചോദ്യം, നീ എന്തിനാ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചു. നീ ഇറങ്ങി നടക്കുമെങ്കിൽ ഞാനും ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞു. അതാണ് വേണ്ടുന്നത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പോക്കിന് അധികം വൈകാതെ ഈ മാധ്യമപ്രവർത്തകരൊക്കെ നാട്ടുകാർ പിടിച്ചിട്ട് ഇടിക്കുന്ന ഒരു അവസ്ഥ നമ്മളൊക്കെ കാണേണ്ടി വരും. മാധ്യമപ്രവർത്തകന് തല്ലുകൊണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത ഇട്ട് നോക്ക്, താഴെ വരുന്ന പൂരത്തെറിയായിരിക്കും, നന്നായി പോയെന്ന് പറയും. ഇപ്പോഴാണ് ചിലപ്പോൾ വലിയ കുഴപ്പക്കാരനായിക്കോട്ടെ, ഏതെങ്കിലും ഒരു വലിയ കുഴപ്പക്കാരൻ മാധ്യമപ്രവർത്തകനെ പിടിച്ച് തല്ലിയെന്ന് വെച്ചോ, അങ്ങനെ തല്ലിയെന്ന് കേട്ടാൽ ഈ കുഴപ്പക്കാരൻ്റെ കൂടെ നിൽക്കും നാട്ടുകാർ. കാര്യം എന്തോ? കാര്യം ഇതാണ്. കാര്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം നമ്മൾ റേറ്റിങ്ങിന് വേണ്ടി എല്ലാ ചാനലുകളും തമ്മിൽ വലിയ മത്സരം നടക്കുന്നു. ആ വലിയ മത്സരം നടക്കുന്നതിൻ്റെ കൂടെ ഈ പറയുന്ന സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. സമ്മർദ്ദത്തിന് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി വാർത്തയാക്കാൻ നോക്കുന്നു, കുഴപ്പം ഉണ്ടാക്കി വാർത്തയാക്കാൻ നോക്കുന്നു. മെനഞ്ഞാന്ന് ഇവിടുത്തെ ഒരു ചാനൽ ധർമ്മജനെ വിളിച്ചു, ഫോണിൽ വിളിച്ചതാണോ? ധർമ്മജനെ ഇങ്ങോട്ട് വിളിച്ചതല്ല. ധർമ്മജൻ നിങ്ങളുടെ ഫ്ലോറിൽ വന്നതല്ല, നിങ്ങളുടെ ഫ്ലോറിലല്ല നിങ്ങളുടെ വന്നേക്കുന്നത്. ധർമ്മജനെ നിങ്ങൾ ക്ഷണിച്ച് ധർമ്മജൻ നിങ്ങളുടെ ഫ്ലോറിൽ വന്ന ധർമ്മജൻ മദ്യപിച്ചിരിക്കുകയാണെങ്കിൽ ആ മദ്യപിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് പറയാം.
മദ്യപിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഫ്ലോറിൽ മദ്യപിച്ചിട്ട് വന്നു. പിന്നെ പ്രൊവോക്ക് ചെയ്യുന്നു, ഭയങ്കരമായ ഒരാളെ അങ്ങോട്ട് PCR നിന്ന് വിളിച്ച്, PCR എന്ന് വെച്ചാൽ ന്യൂസിൻ്റെ പ്രൊഡക്ഷൻ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വിളിച്ച് ഈ വിഷയത്തിൽ പ്രതികരണമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെർബലി അറ്റാക്ക് ചെയ്യുന്നു, ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു. ഇവിടുത്തെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക അദ്ദേഹം 2-3 പ്രാവശ്യം പറഞ്ഞു ഇദ്ദേഹം പിന്നെ വിളിച്ചിട്ടല്ലേ അദ്ദേഹത്തിന്റെ വായിന്ന് തെറി കേട്ടത്. അതിന്റെ തൊട്ട് പിന്നാലെ ഇവരുടെ സംഘടന ഇറക്കിയിരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ നടപടി വേണോ? എന്തിനാ നടപടി എടുക്കുന്നത്? അയാളുടെ വീട്ടിൽ അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണ്. അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പാതിരാത്രി അങ്ങനെ വിളിച്ച് വീട്ടിൽ ഇരിക്കുന്ന ധർമ്മജനെ വിളിച്ച്, ധർമ്മജൻ കുഴപ്പക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ കുഴപ്പക്കാരാണെങ്കിൽ പോലും ഇവർക്കൊക്കെ ഇവിടെ ജീവിക്കണ്ടേ, ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഒരു കേസിൽ പ്രതിയായി എന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ടുപോകാൻ പറ്റൂ, രാജ്യം വിട്ടുപോകാൻ പറ്റൂ? ഇവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇവർക്കെല്ലാവർക്കും സ്പെഷ്യലായിട്ട് എന്തോ ഒരു കാര്യമുണ്ട്. എന്നിട്ട് ഇപ്പം താഴെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഭയങ്കരമായ വാർത്ത വന്നുകൊണ്ടിരിക്കുക. മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെയാണ് ഒരു തലക്കെട്ട്. തൃശ്ശൂർ രാമനിലയത്തിൽ മാധ്യമങ്ങളെ തല്ലി സുരേഷ് ഗോപി. തല്ലിയില്ല, തള്ളി മാറ്റി. അങ്ങനെ പറയൂ, നിങ്ങളുടെ മൈക്ക് തള്ളി മാറ്റി. എന്തിനാണ് ഈ ദൃശ്യങ്ങൾ അതിനാണ് തല്ലിന്നാക്കിയത്. തല്ലി പോലും അതല്ലാതെയാണ് ഇനിയിപ്പോൾ അടുത്ത കുറവ്. 2 എണ്ണം കിട്ടണമായിരുന്നു. അല്ലെന്നേ, ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരത്തില്ല. നമ്മളിത് വിഷ്വലി ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നെ ആ റിപ്പോർട്ട് വന്നു, അത് ചിലപ്പോൾ അങ്ങനെ അങ്ങ് പോയേനെ. കാരണം ഈ റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത നടിമാരെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ? റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത നടിമാരോ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ ഇപ്പം നിൽക്കുന്ന ഈ നടിമാരോ ഒന്നും ആരോപണങ്ങളുമായിട്ട് വന്നിട്ടില്ല. വന്നത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഈ മാളത്തിൽ ഇരുന്ന ആളുകൾ മുഴുവൻ പുറത്തിയാടി. ഇൻഡസ്ട്രി നിൽക്കുന്നവർ പറയാത്തതാണ്. ഞാൻ പറഞ്ഞു വന്നേ, അപ്പോഴത്തേക്ക് ചാനലുകൾക്ക് കോൾ അടിച്ചു റേറ്റിങ്ങിന് വേണ്ടി. ഓരോരുത്തരും ഇങ്ങനെ എല്ലാ ദിവസവും പറയല്ലേ, അപ്പോൾ അവരുടെ പിന്നാലെ പോകുന്നു, മൈക്ക് വയ്ക്കുന്നു, മറ്റു നടന്മാരുടെ അഭിപ്രായം ആരായുന്നു. അപ്പോൾ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ്. മറ്റ് നടന്മാരുടെ ഒരാൾ ഒരു തവണ പ്രതികരിച്ചാൽ പോരെ ഒരു വിഷയത്തിൽ. ഒരു ദിവസം ഒരു കേന്ദ്രമന്ത്രിയല്ലേ, ഒരു കേന്ദ്രമന്ത്രി ഒരു വിഷയത്തിൽ ഒരു തവണ പ്രതികരിച്ചാൽ പോരെ. പിന്നെ എന്തിനാണ് കൊണ്ട് മൈക്ക് വെക്കുന്നേ? അത് ഒരേ സ്ഥലത്ത്. ഇദ്ദേഹത്തിന്റെ ഓഫീസും രാമനിലയം തമ്മിൽ ചെറിയ കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന ആൾ രാമനിലയത്തിലോട്ട് പോയി, ഇവരുടെ ശല്യതയ്ക്കായിരിക്കും അവിടെ പോയത്. അപ്പോൾ അവിടെ ചെന്ന് മൈക്ക് വെച്ചു, അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഈ വയലാർ രവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വായ്ത്തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞോളയും. എനിക്ക് ഓർമ്മയുണ്ട്, വായ്ത്തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞോളയും. അത് ഇവർക്കിത് മനസ്സിലായപ്പോൾ ഇവർ സ്ഥിരമാക്കി ഈ പരിപാടി. അതായത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ വയലാർ രവി വായി തോന്നിയത് വിളിച്ചു വാർത്തയാക്കാം. വയലാർ പുള്ളി വൾഗറായിട്ട് സംസാരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലരോടൊക്കെ ചില മാധ്യമപ്രവർത്തകരൊക്കെ സംസാരിക്കുന്നത്, ഇദ്ദേഹം വരുമ്പോൾ നമ്മൾക്ക് അറിയാം ഇദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ ഇദ്ദേഹം എന്താ പറയുക, ഒരു പ്രൊവോക്കേഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം, അത് മനസ്സിലാവും നമ്മുടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പഠിച്ചു വെച്ചിട്ട് അദ്ദേഹത്തെ പോയി പ്രൊവോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വായി തോന്നിയത് അദ്ദേഹം വിളിച്ചു പറയും. ഉടനെ വയലാർ രവി അശ്ലീല സംഭാഷണം. അങ്ങനെയാണ് ആ മാധ്യമപ്രവർത്തകർ PJ കുര്യൻ പീഡിപ്പിച്ചത് നീ കണ്ടോ എന്ന് ചോദിക്കുന്നത്. 2-3 അത് മൂന്നാമത്തെ തവണയാണ് PJ കുര്യൻ പീഡിപ്പിച്ചത് നീ കണ്ടത്. അത് ഒരേ ദിവസം മൂന്നാമത്തെ തവണ. നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ആദ്യം രാവിലെ വയലാറിനെ കണ്ടു, രണ്ടാമത് കണ്ടു, മൂന്നാമത് ഗസ്റ്റ് ഹൗസിൽ കണ്ടു, പിന്നെ നാലാമത്തെ വട്ടമാണ് ഈ പറയുന്ന പോലെ അദ്ദേഹം ദേഷ്യം വന്നത്. അദ്ദേഹത്തിന് ദേഷ്യം വന്ന് അദ്ദേഹം വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു. അത് ഞാൻ സാക്ഷിയായി, ഞാനതിന് സാക്ഷിയാണ്. അത് പിന്നെ വലിയ വാർത്തയായി, വലിയ വിവാദമായി, അങ്ങനെയൊക്കെ പോയി. അങ്ങനെയൊക്കെ അതങ്ങ് കലങ്ങി മറിഞ്ഞ് പോയി. അത് പിന്നെ കുറേ നാൾ ഓടിയില്ലേ. ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കരുത്. വാർത്ത സൃഷ്ടിക്കാനുള്ള സാധനമല്ല. അക്കാര്യത്തിൽ നമ്മൾ പിണറായി വിജയനെയൊക്കെ സമ്മതിക്കണം. അതെന്തിനാ സമ്മതിക്കുന്നത്? അനാവശ്യമായി മാധ്യമ പ്രവർത്തകരെ അടുപ്പിക്കരുത്. ചുമ്മാ മൈക്ക് കൊണ്ട് കുത്തിക്കയറ്റുന്നതിനോട് അത് ചെയ്യാൻ പാടില്ല. പിണറായി വിജയൻ എന്നല്ല, ഒരു മനുഷ്യനെയും. ഇടയ്ക്ക് ഇവരുടെ ഒരു പിന്നെ സ്ഥിരം വേട്ടമൃഗമായിരുന്നു മറ്റേ ഇദ്ദേഹം ആരാ, പിന്നെ കെ സുരേന്ദ്രൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കെ സുരേന്ദ്രൻ ഈ പറയുന്ന പോലെ ഇറങ്ങി ഇപ്പം ഇവരുടെ അടുത്തേക്ക് വരുന്നെന്ന് വെച്ചോ, ഇവർ ഈ പറയുന്ന പോലെ ഇവരുടെ ഈ കാഷ്വലായിട്ട് സംസാരിക്കും. ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ സംസാരിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കും. ഇദ്ദേഹത്തിന്റെ വിചാരം ഇത് റെക്കോർഡ് ആവുന്നില്ലെന്നാണ്. ഇത് എയർ ചെയ്ത് കളയും. ഇത് എന്ന് വെച്ചാൽ സുരേന്ദ്രൻ വന്നിരുന്ന്, ഒരു നേതാവ് വന്നിരുന്ന് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ സ്വിച്ച് ചെയ്യാറുള്ളത് സാധാരണ. സുരേന്ദ്രൻ വന്നാൽ ഇവരങ്ങനെ ചെയ്യത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇദ്ദേഹം പിണറായി വിജയനെതിരെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നു, അപ്പോൾ പിണറായിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പുള്ളി പറയുന്നു, അപ്പം നിങ്ങൾക്കെല്ലാം അയാൾ മതിയല്ലോ, പിണറായി മതിയല്ലോ, ഇതിനു മുമ്പ് നിങ്ങൾ പിണറായി തെറി പറഞ്ഞുകൊണ്ട് നടന്നാണല്ലോ, ഇപ്പൊ നിങ്ങൾ നമ്മളെ വേണ്ടല്ലോ പിണറായി. പുള്ളി കാഷ്വലായിട്ട് പറയുന്ന അത് എയർ ചെയ്തു കൊടുത്ത്. അങ്ങനെയാണ്
സുരേന്ദ്രൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് അവരുടെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇത് പിന്നെ ഇതുള്ളത്. ഏതാ ഈ വാർത്താ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓപ്പൺ ഏരിയ ആണ്, അത് അടച്ചിട്ടില്ല, ഓപ്പൺ ഏരിയയിലാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഈ പറയുന്ന പോലെ സുരേന്ദ്രൻ ശ്രദ്ധിക്കത്തില്ല. ഒരു ഹാളാണെങ്കിൽ ശ്രദ്ധിക്കും ഇങ്ങനെ. അപ്പം അദ്ദേഹം വന്നിരുന്ന് ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഇവരോട് സംസാരിക്കുന്നു, എല്ലാം എയർ ചെയ്ത് വിടും, എയർ ചെയ്ത് വിട്ട് കളയും. അതുപോലെയാണ് പിന്നെ സുധാകരൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. സുധാകരനെ വന്നിരുന്നിട്ട് അതുകൊണ്ടാണ് മറ്റേ അദ്ദേഹത്തെ സതീശനെ തെറി പറഞ്ഞത് കയറിപ്പോയത്. അപ്പോഴാണ് ചാനലുകാർ ഇത് അത് ചിലർ വിളിച്ചു പറയുന്നത്, ചിലർ മനഃപൂർവ്വം ചെയ്ത് വെക്കുന്നത്, ഓണാക്കി അങ്ങ് സ്വിച്ച് ചെയ്തിട്ടേക്ക് ഇവർ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഇത് ഇവർ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ ഈ മാധ്യമങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. മാധ്യമങ്ങളെ വേട്ടയാടുകയല്ല, ഇവർ വേട്ടയാടുകയാണ്. ഇവർ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞിട്ട് ഇങ്ങോട്ട് കിട്ടുന്നത് എടുത്ത് വാർത്തയാക്കുന്നു. ഇങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ട് പോയി നല്ല രീതിയിൽ ചൊറിയാണ്. ഇടയ്ക്ക് ഇതിനു മുമ്പ് ഒരു റിപ്പോർട്ടർ അറിയാം, ഒരു വനിതാ മാധ്യമ പ്രവർത്തക. അപ്പോൾ അവർ ചെന്ന് സുരേഷ് ഗോപിയോട് എന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങളെന്തോ അങ്ങനെ പറയാൻ, എന്താ ഇങ്ങനെ പറയാൻ, എന്താ. അവസാനം അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു. മറുപടി പറഞ്ഞപ്പോൾ എന്തായി, വാർത്തയായി. അത് വലിയ ഇരയാക്കി. പിന്നെ ആ ചാനൽ വെച്ചാൽ നടപടി എടുത്തവർക്കെതിരെ അവരെ അടുത്ത് കൊച്ചി കൊണ്ടിട്ട് ചാനലിന് മൊത്തത്തിൽ തെറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഇന്നലെ ധനുഷ് പറയുന്നിട്ട് അവരിപ്പോൾ ഏതോ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാലും ഭാവി ഈ പറയുന്ന പോലെ ജേർണലിസത്തിൻ്റെ ഭാവി ഇവർക്കൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത സൃഷ്ടിച്ച് വാർത്തകളെ അവർ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തകളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ രംഗം അധികകാലം നിലനിൽക്കില്ല. അതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ ഈ രംഗം നിലനിൽക്കില്ല. കാരണം ഇതിലുള്ള ഇതും ഒരു അഴുക്കുചാലായി മാറും. അതാണ് സംഭവിക്കുക. ശരി.